ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു നേരം പോക്കിൻ്റെ ഒരു ഇത് കാണാം കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് 70 വയസ്സുണ്ട്. ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അമ്മയുടെ ചെടിത്തോട്ടമൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് കൃഷികളും ഒക്കെ ആൾ ചെയ്യുന്നുണ്ട്. ആളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യണ കാര്യങ്ങൾ. ഈ വീട് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ തരിശായിട്ട് കിടന്നൊരു സ്ഥലമാണ്. അപ്പം അതിനമ്മ ഇങ്ങനെ മാറ്റി മറിച്ച് ചെടികൾ വെച്ച് ഒരു സാധനം ഇതൊരു ഫ്രിഡ്ജാണ് കേട്ടോ, പഴയ ഫ്രിഡ്ജ്. അതിനകത്ത് ചെടികൾ വെച്ചാണ്. പിന്നെ കണ്ടില്ലേ, മരത്തിൻ്റെ തടി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഓരോ ചട്ടികൾ കയറ്റി വെച്ചിട്ടും ഭയങ്കര ക്രിയേഷനാണ് ആൾക്ക്. അങ്ങനെ ഐഡിയ ഉണ്ട്. പിന്നെ ദേ ഒരു വേസ്റ്റായ ഒരു സാധനം അമ്മ കളയില്ല കേട്ടോ. ഒരു ഉരുളിയിൽ. പിന്നെ ദേ ഒരു വണ്ടിയുടെ സീറ്റാണ്, അതിനകത്ത് നെല്ല് പാകി വെച്ചേക്കണത്. പിന്നെ ഓരോരോ സാധനങ്ങൾ, ചെടികൾ, കറ്റാർവാഴ വെച്ചാണ് ഉണ്ടോ. അങ്ങനെ ഇഷ്ടം പോലെ ചെടികളുമായിട്ടും ആൾക്കുണ്ട് കേട്ടോ. പിന്നെ ഓരോ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഈ സ്ഥലത്ത് ഒരു കുളം കുഴിച്ച് അതിനകത്ത് മീനൊക്കെ വളർത്തിയതായിരുന്നു. പിന്നെ അത് ടാങ്ക് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അത് മൂടിക്കളഞ്ഞു. പിന്നെ ഇതേ അമ്മയുടെ ബഡ് പ്ലാവാണ് കേട്ടോ. അതും ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ താഴെ വീണ് പോയി. നല്ല നേരം പോക്കും കാണാനും ഇപ്പം നല്ലൊരു ഇതുണ്ട് കാണുമ്പോൾ തന്നെ. നല്ല പച്ചപ്പാണ് ഇപ്പം എല്ലായിടത്തും. നേരം വെളുത്ത ആളുടെ ജോലി ഇതൊക്കെയാണ്. പിന്നെ പുല്ല് ചെത്താനും ഇതിനൊക്കെ ആളെ ഇടയ്ക്ക് നിർത്തും കേട്ടോ. അത് പിന്നെ ആൾക്ക് പറ്റില്ല, അമ്മേനെ കൊണ്ട് പറ്റില്ല. ചെടികളൊക്കെ ഓരോ ഇതിൽ ഇന്ന് ഇവിടെ വെച്ചാൽ നാളെ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. ഒരു ഭാഗം ചെടികളാണ്, ഒരു ഭാഗത്ത് കൃഷിയും ഉണ്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ആൾ തന്നെ ചെയ്യണതാണ്. ഈ പൈപ്പൊക്കെ കെട്ടി വെച്ച് മഞ്ഞൾ, കപ്പ, മാവ്, കൂർക്ക, വാഴ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചാക്കിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ. പിന്നെ ഒരു സൈഡിൽ ചെടികളും, അപ്പുറത്തെ മതിലിനോട് ചേർന്ന് ഫ്രണ്ട് ഭാഗമൊക്കെ ചെടി വെച്ച് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ കൂർക്ക നട്ടിട്ടുണ്ട്, കപ്പ. പിന്നെ അതൊരു വേപ്പാണ് ഞാൻ പിടിച്ച് വെക്കണത്, ചെറിയൊരു വേപ്പിൻ തൈ. വാഴ വേണ്ട, കൂർക്കയാണത്. വേപ്പും തൈ ഉണ്ട്, വാഴകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു മരമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ ഇത് റംബുട്ടാൻ. പിന്നെ നോനിപ്പഴം എന്ന് പറയുന്ന ആ മരമൊക്കെ ഉണ്ടായത്, അതൊക്കെ വെട്ടിക്കളഞ്ഞത്. ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ താഴെ വീണ് പോകണം, ഇങ്ങനെ ചീഞ്ഞ് കിടക്കണ മണം വരുമ്പോൾ അത് തന്നെ അതൊക്കെ വെട്ടി. പിന്നെ ഇത് മാങ്കോസ്റ്റിനാണ് കേട്ടോ. മാങ്കോസ്റ്റിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് ബാംഗ്ലൂർ എന്തിട്ട മല്ലിയിലയുടെ തന്നെ ഒരു ഇത്, ബാംഗ്ലൂര് ചീരാന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. മല്ലിയിലയുടെ മണമാണ് കേട്ടോ അതിനൊക്കെ. തെങ്ങ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയാന്ന് കുറേയൊക്കെ കാണിക്കാൻ പറ്റിയില്ല. തെങ്ങുമ്മ 3 പ്രാവശ്യം വെച്ചതാണ് തെങ്ങ്. 3-ാമത്തെ പ്രാവശ്യം വെച്ച പിന്നെയാണ് കാച്ച് കിട്ടിയത്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, അതൊക്കെ ഇത് പോയി. അതേ കണ്ടോ, കരിമ്പ്, കൂവ, വെള്ളക്കൂവ എന്ന് പറയുന്ന കൂവയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ചീര, പൊന്നാങ്കണ്ണി ചീര, വെണ്ട, വഴുതനയൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. മത്തൻ, ഒരു ആര്യവേപ്പിൻ്റെ, അതൊക്കെ മരമൊക്കെ വെട്ടി നിർത്തിയേക്കാണ്. ചീരയൊക്കെ പാകി, വാഴ അതേ നട്ടു വെച്ചേക്കണു. പിന്നെ ഇവിടെ 2 മരം ഉണ്ടായിരുന്നു, ഒരു വലിയ പ്ലാവും ഒരു കൊടംപുളിയും ഉണ്ടായിരുന്നു. അതൊക്കെ പെരയ്ക്ക് ദോഷമായപ്പോൾ അത് 2എണ്ണം ഈ അടുത്തിടെ വെട്ടിയിട്ടോ. അതാണ് ഇത്ര ഗ്യാപ്പ് വന്നത്. ഇവിടെയൊക്കെ തണലായിരുന്നു, മൊത്തം തണലായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഏരിയ അങ്ങനെ കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ പയർ നട്ടിട്ടുണ്ട്, ചീര പാകിയിട്ടുണ്ട്. ഇത് ചീരച്ചേമ്പ് എന്ന് പറയുന്ന ചേമ്പാണ് കേട്ടോ. അതെ, ആ മുറിച്ച് കളഞ്ഞ പ്ലാവാണിത്. പ്ലാവും ഒരു കൊടംപുളിയാണ്. കൊടംപുളിയൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് കണ്ട ആ കട്ടയൊക്കെ പൊങ്ങി പെരയ്ക്ക് ദോഷമായി കണ്ടായിരുന്നു, അതങ്ങോട്ട് മുറിച്ചു. പിന്നെ ഇങ്ങനെ ഒരു പേര. പിന്നെ അമ്മയ്ക്ക് കോഴിയുണ്ട് കേട്ടോ, ഒരു 3-4 കോഴി മുട്ടയിടുന്നുണ്ട്. കുരുമുളക് ഒക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതേ കോഴി പോയി 4 കോഴിയായി. 4 കോഴി മുട്ടയിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ അതേ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇതിനത് നമ്മൾ ഈ ഇറച്ചിയിലൊക്കെ ചേർക്കണ എന്തിട്ട് സർവ്വസുഗന്ധിയോ, അതാണ്. അതിൻ്റെ വേറൊരു തൈയും കൂടി ഉണ്ട്. തെങ്ങ് കണ്ടോ. പിന്നെ കൊടംപുളി ഉണ്ട്, എന്തിട്ട ഇരുമ്പം പുളി. നെല്ലിമരം ഉണ്ട്, അതൊന്നും ആയില്ല. നെല്ലിമരത്തുമൊന്നും ആയി കണ്ടില്ല. പിന്നെ അമ്പഴങ്ങയുണ്ട്. അതേ വെറ്റിലക്കൊടി.
വെറുതെ രസത്തിന്. പിന്നെ സപ്പോട്ട അതൊക്കെ വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ ഇപ്പം. ഇതൊരു സർവ്വസുഗന്ധിയുടെ തന്നെ വലിയൊരു തൈയാണ് കേട്ടോ. പിന്നെ ചെടികൾ ഇതൊക്കെ ദേ ഫ്രിഡ്ജിൻ്റെ പഴയ സാധനങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ നട്ടു വെച്ചേക്കണേ. കറ്റാർ വാഴ, പിന്നെ ഓരോ ചെടികൾ, ഇതൊക്കെ ആളുടെ നേരം പോക്കുകളാണ്. കുപ്പിയിലും സോപ്പ് കുപ്പിയിലും എന്തൊരു ഇത്. അത് ദേ ഒരു കൂളറിൻ്റെ ഫാൻ കൂളറിൻ്റെ ഉണ്ട്. അതുമ്മേണ് ചെടി നട്ടു വെച്ചേക്കണേ. പിന്നെ ഇതാണ് ആള്, ഇതിൻ്റെ ആളാണ് ഓണർ. പിന്നെ ചെടികളൊക്കെ വെച്ചേക്കണുണ്ട്. ഇന്ന് ഇത് ഇവിടെ വെച്ചാൽ നാളെ ഇത് വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കണേ. വീഡിയോ ലെങ്ത് കൂടി തന്നെ സ്പീഡ് കൂട്ടണേ കേട്ടോ. ഉണ്ട് അതൊക്കെ PVC പൈപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെടികളായിട്ട് വലിയ വലിയ ചെടികളും പുറത്തും ഒക്കെ അങ്ങനെ തന്നെ നട്ടു വെച്ചിട്ടുണ്ട്. ലെങ്ത് കൂടി തന്നെ ഇങ്ങനെ കാണിക്കണേ. കയറൊക്കെ പിരിച്ച് അടുത്ത ചെടി കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെ ആള് സ്വന്തമായിട്ട് ചെയ്യുന്ന ടയറൊക്കെ വെച്ചിട്ട് 3 ടയറൊക്കെ വെച്ചാണ്. ആ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഇത് ലിച്ചിപ്പഴം അങ്ങനെ പറയണ ഒരു മഞ്ഞ കളറാവും അതിൻ്റെ ആ പഴം. കപ്പ, മാവ്, പിന്നെ റംബുട്ടാനും ഉണ്ട്. പിന്നെന്തെന്നാണ് ഈ അവോക്കാഡോ, അത് കാണിച്ചാവോ? അവോക്കാഡോയുടെ മരമുണ്ട്, അത് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു അവോക്കാഡോ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതുമ്പോൾ 2 എണ്ണം ഉണ്ടായി, ആദ്യമായിട്ടുണ്ടായതാണ്. ആ അതെ തന്നെ അത്. അവിടെ വാഴയുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട്, അടയ്ക്കാമരം, പിന്നെ ഇതേ ഇടനിലയില്ലേ, ഇടനിലയുടെ തൈയാണ് വെച്ചേണത്. ഇടനിലയുടെ തൈ. ഇത് അടയ്ക്കാമരം. അതിൻ്റെ ഇടയിൽ ചേമ്പ്, ചീര, കൂർക്കയൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട്. പിന്നെ വേറൊരു പ്ലാവ്. ഇത് മറ്റേത് അവോക്കാഡോയുടെ. ഇത് അവോക്കാഡോയാണ് കേട്ടോ. അത് പൂത്ത് അപ്പുറത്തേക്ക് ചെരിഞ്ഞേക്കണം. പൂത്തിട്ടുണ്ട് ശരിക്കും ഇപ്പം. പിന്നെ അത് അടയ്ക്കാമരം, തെങ്ങ്, അതൊരു പേരത്തൈ, അതൊക്കെ വെട്ടി നിർത്തിയേക്കണതാണ്. കുറേ ആയിപ്പോൾ വെട്ടിയതാണ്. ഇതാണ് സപ്പോട്ട, അതൊക്കെ നല്ല പടർന്ന് പന്തലിച്ചുണ്ട്, അതൊക്കെ വെട്ടിക്കളഞ്ഞു. വാഴയൊക്കെ കുലച്ച് കണ്ട്. പിന്നെ അതേ വേറൊരു പ്ലാവുമ്മ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മുട്ടിത്തൂറി എന്ന് പറയുന്ന ഒരു മരം, അത് കാണിക്കാൻ പറ്റിയില്ല, അത് ഉണ്ടായിനകത്ത്. ഇത് വീടിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്. അവിടെയൊക്കെ ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല പൂക്കളും. അതെ പ്ലാവ്, വേറൊരു പ്ലാവുമ്മ ചക്ക ഉണ്ടായി. മൂത്ത് വരണുള്ളൂ ചക്കയൊക്കെ. ഒരു മിനിറ്റ് കളയില്ല ആൾ, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ഇതാ, കാണാൻ തന്നെ നല്ല കണ്ണിനൊരു കുളിർമ കിട്ടണ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അത്ര പച്ചപ്പും ഇതൊക്കെയുണ്ട്. സർവ്വസുഗന്ധിയ നേരത്തെ കാണിച്ചതാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുല്ലൊക്കെ ചെത്താനായിട്ട് ഒരാളെ നിർത്തും, അല്ലാതെ അത് തന്നെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ ചെയ്യും. ഭംഗിയുള്ള ചെടി, കടലാസ് ചെടി, പുറത്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. മതിലിനോട് ചേർന്നൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. പ്ലാവുമ്മലത്തെ ചക്ക. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.